ഈ പെരേര പെരേര മോസ്റ്റ് ആണ്, പക്ഷെ പെരേര ആൾക്ക് ഒരു അഭിനയിക്കാൻ കഴിവുണ്ടോ? പെരേരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാം. ഒരു കല്ലിനെ എടുത്തിട്ട് നമുക്ക് കൊത്തി 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 അവനൊരു കുപ്പയിലെ മാണിക്യമാണെന്നെങ്കിൽ വേണമെങ്കിൽ പറയാം. അവന് നന്നായിട്ട് ചെയ്യിപ്പിച്ചെടുക്കാം, മോഡൽ ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷെ ഉണ്ട്, പക്ഷെ അവൻ അതിന് തയ്യാറാവുന്നുണ്ടോ? നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചില ബോൺ ആക്ടേഴ്സ് എന്ന് പറയും, മനസ്സിലായോ? ജന്മന ഓൾറെഡി ഒരു കഴിവുള്ള ആൾക്കാരുണ്ട്. ചിലരെ നമ്മള് ട്രൈ ചെയ്യിപ്പിച്ചെടുക്കും. ട്രൈ ചെയ്യിപ്പിച്ചെടുക്കുന്നതാണ്. പുള്ളിയെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അതിന് തയ്യാറാവുന്നില്ല, ശരീരം നോക്കുന്നില്ല. പുള്ളിക്ക് അങ്ങനെ സ്റ്റാർഡം ആ രീതിയാ. പക്ഷെ അഹങ്കാരം പാടില്ല, ഈഗോ, ഇതൊക്കെ ഓപ്പോസിറ്റ് ആണ്. ഈഗോ എന്ന് പറയുന്ന സംഭവം ഇതൊക്കെ പാടില്ല. പാടില്ല. നമ്മള് എന്താ പറയാ, ഈ സരസ്വതി ദേവി ഇരിക്കുന്നത് അല്ലേ, ഈ താമരല്ലേ, അത് ആ ഇതിരിക്കാൻ കാരണം അത്ര ഞാൻ വേറൊന്നുമല്ല, നമ്മളെ കൊണ്ട് കഴിയാവുന്ന നമ്മള് ആൽബം സംവിധാനം ചെയ്തു കേട്ടോ. വലുതായിട്ടൊന്നും ആൽബം ഈയിടെ സംവിധാനം ചെയ്തു, അത് പറഞ്ഞില്ലല്ലോ ആൽബം. പിന്നെ ഒരു OTT മൂവി, ഫെസ്റ്റിവൽ OTT മൂവി ഞായറാഴ്ച ഓഡിഷനാ. അത് ചെയ്യാൻ യഥാർത്ഥ കലാകാരന്മാരുടെ സിനിമയ്ക്ക് പുറത്താണ്. സിനിമയ്ക്കകത്ത് നല്ല കലാകാരൻ. പക്ഷേ ഞാൻ അന്നത്തെ കലാകാരന്മാർ അല്ല, ഞാൻ പറഞ്ഞുതരാം. പണ്ടത്തെ ഉള്ള ആൾക്കാർ, ഇപ്പൊ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും സിദ്ദിഖ് ആണെങ്കിലും മനോജ് കെ ജയൻ ആണെങ്കിലും അവരൊക്കെ നല്ല ലെജൻഡ് ആണെന്ന് പറയത്തുള്ളൂ. അവരൊക്കെ കാലിങ്ങനെ തൊട്ട് കുമ്പിടണം. കാരണം അന്നത്തെ സമയത്ത് അല്ല, അന്ന് അവര് തുടക്കകാലത്തൊന്നും അവർക്ക് എന്തോരം പൈസ കിട്ടി, ഒന്നും കിട്ടിയിട്ടില്ല. അത് എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്ര എമൗണ്ട് അവർ മേടിക്കുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് ഫിലിമായിരുന്നു. 3-4 ടേക്ക് പോയി കഴിഞ്ഞാൽ അല്ലേ, ബിസിനസ്സായി മാറിയില്ലേ? പഴയ മമ്മൂക്ക ഇപ്പോഴും ഡിഫറെന്റ് റോൾസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും നടക്കപ്പെട്ട് ചെയ്യുന്നത്. പക്ഷെ ലാലേട്ടൻ ആ ഒരു കലാകാരമായിട്ട് പോയത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ആൾക്കാര് ലാലേട്ടനെയും കളിയാക്കുന്നുണ്ട്, മമ്മൂക്കയും കളിയാക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, 500 വർഷത്തേക്കുള്ളതല്ല, ഈ ലോകം അവസാനിക്കുന്ന വരെയുള്ള സാധനം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല, മനസ്സിലായോ? ഇവര് ചെയ്യാനുള്ള വേദി വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഛർദിച്ചിട്ടതിന്റെ ബാക്കിയാണ്. പല ഒരു എന്താ ഒരു അധികം ഇങ്ങനത്തെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടോ? ലാലേട്ടൻ. പിന്നെ ലാലേട്ടന്റെ വാനപ്രസ്ഥം നല്ല മൂവിയിൽ 20 അകത്ത് എവിടെ ലാലേട്ടനെ കാണാൻ കമലാസൻ ചെയ്ത പോലെ അല്ലെങ്കിൽ മമ്മൂട്ടി ചെയ്ത പോലെ ഇങ്ങനെ ഇപ്പൊ പൊന്തൻ മാട അല്ലെങ്കിൽ ആ ടൈപ്പ് റോൾസ് അധികം കൂടുതൽ കൊമേഴ്സ്യൽ പടങ്ങൾ ചെയ്തിട്ടുണ്ടോ? കുറവാ, പക്ഷെ ചെയ്തത് അധികമൊന്നും വേണ്ടല്ലോ. ഇപ്പൊ 20 എടുത്ത് കുറച്ചുകൂടെ ഒന്ന് സെലക്റ്റീവ് ആണ് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, വേറെ കേസുണ്ട്. പുള്ളിക്കാരൻ ആ ഒരു ലുക്ക് വലിയ മേക്ക് ഓവർ ഇല്ലാതാണ്. ആ ഒരു മുഖഭാവം തന്നെ, ആ മുഖം വെച്ചിട്ട് തന്നെയാണ്, ആ ഒരു ലുക്ക് വെച്ചിട്ടാണ് പല ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ മേക്കപ്പോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ക്യാരക്ടറായി മാറുന്ന പല രീതിയിൽ. ആ ഭാവാഭിനയം ഭയങ്കര, പിന്നല്ലാതെ ഭയങ്കര നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എന്താ പറയാ, വിരലുകൾ പോലും അഭിനയിക്കുന്നുള്ള സത്യ. ഞാൻ ആദ്യമായിട്ട് നാടകത്തിന് പോകുന്ന സമയത്ത് എൻ്റെ ആശാൻ ഹരിഹരനുണ്ണി സാറ് പറഞ്ഞു തന്നത്, ബ്രൈറ്റ് നിങ്ങൾ അഭിനയിക്കുമ്പോൾ അത് നിങ്ങളെ മുഖത്ത് ഹരിഹരനുണ്ണി സാർ എന്നെ നാടകത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ സാറ്. അപ്പൊ സാറ് പറഞ്ഞു തന്ന ആദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അഭിനയിക്കുമ്പോൾ കണ്ണിലാണ് അഭിനയം വരേണ്ടത്. ലാലേട്ടനെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫഹദ് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, കണ്ണു വെച്ച് അഭിനയം. ശരിക്കും പറഞ്ഞാൽ നമ്മളെ എന്താ മനസ്സിന്റെ കണ്ണാടി ശരിക്കും മുഖമാണെന്ന് അറിയത്തില്ല. ആ മുഖത്ത് വരുന്ന സ്വാഭാവികത വരുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യം. അത് നാച്ചുറൽ ആയിട്ടല്ലേ ലാലേട്ടൻ ചെയ്യുന്നത്. ലാലേട്ടൻ അഭിനയിക്കുമ്പോൾ ദൃശ്യത്തിലെ സീനൊക്കെ, ദൃശ്യം 2 ആണെങ്കിൽ പോലും ലാലേട്ടൻ ആ പത്രം വായിക്കുന്നൊക്കെ ക്യാമറ ഈ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞാല് പെരേരെ കാട്ടി ഇച്ചൂടെ നന്നായിട്ട് കഴിവുണ്ട്. കാരണം ബ്ലഡി നൈറ്റ് ഒറ്റ ടേക്കിനാ പുള്ളി ഓക്കെ ആക്കി. 32 ടേക്ക് പോയായിരുന്നു ബ്ലഡി നൈറ്റില്. വിനീതേട്ടൻ ആയതുകൊണ്ട് ഒരുപാട് ടേക്ക് പോയി. അതിന്റെ ആ ബ്ലൂപ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പെരേര കുറ്റം പറഞ്ഞതല്ല, പക്ഷെ ആളുകൾ മാറണമല്ലോ, അവൻ മാറാൻ ശ്രമിക്കുന്നില്ല. ചേട്ടൻ നന്നായിട്ട് അന്ന് വന്ന് ചെയ്തിട്ട് 1 ടേക്ക് 2 ടേക്കിന് പോയി. പിന്നെ ചേട്ടനെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ചേട്ടന്റെ എഡ്യൂക്കേഷനും ചേട്ടന്റെ മനുഷ്യൻ നന്നായിട്ട് പിന്നെ ചെയ്യാൻ പറ്റും. നന്നായിട്ട് ചേട്ടന് നല്ലൊരു സയന്റിസ്റ്റിന്റെ റോൾ ചെയ്യാം, അഡ്വക്കേറ്റിന്റെ ചെയ്യാം, ഡോക്ടറിന്റെ ചെയ്യാം, ഒരുപാട് റോളുകൾ ചേട്ടനെ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ആരും അത് പരിശ്രമിക്കാത്തതുണ്ടോ, നല്ല അവസരങ്ങൾ കിട്ടുകയും ചേട്ടന് ചെയ്യാൻ പറ്റും. മനസ്സിലായോ?